സർവശക്തനായ അള്ളാഹുവിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സലാത്തും സമർപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ രണ്ടാം ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവബഹുലമായ ജീവചരിത്രം 8-ാം ഭാഗം ഇതാ നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബി വര്യനായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രാണന തുല്യം സ്നേഹവും, പക്ഷേ അള്ളാഹുവിൻ്റെ അനംഗനീയമായ വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ. 63 സംവത്സര കാലത്തെ സംഭവബഹുലമായ ജീവിതത്തിന് ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ വിയോഗ വാർത്ത നാടാകെ പരന്നു. അത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചെവിയിലുമെത്തി. എന്ത്, അഷ്റഫുൽ ഖൽഖ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞെന്നോ? ഇല്ല, ഞാൻ ഒരിക്കലും വിശ്വസിക്കുകയില്ല. അതെ, അദ്ദേഹം ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ തൻ്റെ മിന്നിത്തിളങ്ങുന്ന വളങ്ങോട്ട് വലിച്ചൂരുകയാണ്. എന്നിട്ട് ആ വാളങ്ങോട്ട് പിടിച്ചിട്ട് പറയുകയാണ്, ആരാണത് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഐഹിക ജീവിതം അവസാനിച്ചു എന്ന് ആരാടാ പറയുന്നത്? അവനെ ഞാൻ ഈ വാളിനിരയാക്കും എന്ന് പറഞ്ഞുകൊണ്ടതാ ഉമർ റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങുകയാണ്, കുതിക്കുകയാണ്. അവിടെയാണ് കവി പാടിയത്, ഉടവാളും പിടിച്ച് ഉടൻ ചാടി കുതിച്ച് ഉമർ ഖത്താബ് ഇറങ്ങി മദീനത്തെ. എൻ്റെ റസൂലിന് മരണമില്ല, എൻ്റെ റസൂലൊട്ടും മരിക്കുകയില്ല. ഉടവാളും പിടിച്ച് ഉടൻ ചാടി കുതിച്ച് ഉമർ ഖത്താബ് ഇറങ്ങി മദീനത്ത്. എൻ്റെ റസൂലിന് മരണമില്ല, എൻ്റെ റസൂലൊട്ടും മരിക്കുകയില്ല. അല്ലാഹു പുറത്തിറങ്ങുകയാണ്. ആരൊക്കെ സമാധാനിപ്പിച്ചിട്ടും ബഹുമാനപ്പെട്ടവർ അടങ്ങുന്നില്ല. അദ്ദേഹം തൻ്റെ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. വിവരമറിഞ്ഞ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ്, അതേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് ഇപ്രകാരം പറയുകയാണ്, ഉമർ തങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരെങ്കിലും ആരാധിച്ചു വരുന്നുവെങ്കിൽ തീർച്ചയായും അവിടുന്ന് ഈ ലോകത്തോട് യാത്ര പറഞ്ഞിരിക്കുന്നു. ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിച്ചിരുന്നുവെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്നുവെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെന്നും അവശേഷിക്കുന്നതാണ്. തുടർന്ന് അവിടുന്ന് അതാ ഖുർആനിലെ ഒരു സൂക്തം അങ്ങോട്ട് പാരായണം ചെയ്യുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകൾ അങ്ങോട്ട് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അടങ്ങുകയാണ്. ആ കരുത്തനായ മനുഷ്യൻ്റെ നയനങ്ങളിൽ നിന്നും അതാ കണ്ണുനീരുകൾ അടർന്നു വീഴുകയാണ്. തൻ്റെ എല്ലാ ശക്തിയും ചോർന്നു പോകുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നുകയാണ്. മുസ്ലിങ്ങൾക്കാകെയും എല്ലാ മുസ്ലിങ്ങൾക്കും ആ വിയോഗ്യത കടുത്ത ആഘാതമേൽപ്പിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ പലരും ആദ്യം ആ വാർത്ത വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ വാർത്ത ഉറപ്പായപ്പോൾ പല ആഘാതങ്ങളും ഉണ്ടായി. ചില ദുർബലരായ വിശ്വാസികൾ മുർത്തതായി പോവുകയാണ്. മറ്റു ചിലരാകട്ടെ സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിക്കുകയാണ്. പുതിയൊരു ഖലീഫയെ വേണം, അദ്ദേഹത്തിന് എന്തെങ്കിലും തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മയ്യത്ത് നിസ്കാരം നിർവഹിച്ച ശേഷം ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ബൈഅത്ത് ചെയ്യാൻ വളരെ വികാരഭരിതമായ രീതിയിൽ ആഹ്വാനം ചെയ്യുകയാണ്. ജനങ്ങളെല്ലാം അത് സ്വീകരിച്ചു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫ സ്ഥാനം ഏറ്റെടുത്തു. ബഹുമാനപ്പെട്ടവർ ഖലീഫ സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞെങ്കിലും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായങ്ങൾ മുഖവിലക്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത്, ഭരണകാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത്. മുർത്തതായ ജനങ്ങളോടുള്ള പോരാട്ടത്തിലും മറ്റും ആ അഭിപ്രായങ്ങൾക്ക് മുൻഗണന നൽകി. സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടവും അവസാനിക്കുകയാണ്. അതാ രോഗശൈലിൽ കടന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തനിക്ക് ശേഷം ഖലീഫയായി നിശ്ചയിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പല ഒഴിവ് കഴിവുകളും പറഞ്ഞെങ്കിലും
അദ്ദേഹം അതൊന്നും സ്വീകരിച്ചില്ല. അവസാനം ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാകുകയാണ്. അതേ ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ രണ്ടാം ഖലീഫ. അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്തുവെങ്കിലും ജനങ്ങൾക്കെല്ലാം ഒരുതരം ശങ്കയുണ്ടായിരുന്നു. കാരണം എന്തെന്നറിയോ? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വഭാവം പരുക്കനാണ്. വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ള രീതിയിലുള്ള സമീപനമാണ് ഉമറിൽ നിന്നും അവർ കരുതിയിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ജനങ്ങൾക്കും അദ്ദേഹത്തെ ഭയമായിരുന്നു. അതേ ജനങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ ഒരു നിസ്കാരാനന്തരം തൻ്റെ പ്രജകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം പറയുകയാണ്: പ്രിയപ്പെട്ട ജനങ്ങളെ, എന്നെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും കാലഘട്ടത്തിലുള്ള എൻ്റെ പെരുമാറ്റം കണ്ടതുകൊണ്ടാണ് നിങ്ങൾ ഇപ്രകാരം ഭയപ്പെടുന്നതെങ്കിൽ അത് അങ്ങനെയാണെന്ന് എനിക്കറിയാം. എന്നാൽ മുഅ്മിനീങ്ങളെ, ഖുറയിൽ നിന്നും ഊരപ്പെട്ട ഉമർന്ന ഈ വാളുണ്ടല്ലോ, അത് തനതായ ശക്തിയിൽ ഉപയോഗിക്കപ്പെടുമെന്ന് നിങ്ങളാരും ഭയപ്പെടേണ്ടതില്ല. അക്രമകാരികളോട് മാത്രമേ ഉമർ തൻ്റെ തനി സ്വഭാവം പുറത്തെടുക്കുകയുള്ളൂ. അല്ലാത്തവരോട് സൗമ്യമായി പെരുമാറുമെന്ന് അത് അവിടെ നിന്ന് ഉറപ്പ് നൽകുകയാണ്. അതേ അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫ സ്ഥാനം ഏറ്റെടുക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അറേബ്യയിൽ എങ്ങും പട്ടിണിയാണ്. അറേബ്യയിൽ പട്ടിണി തലപൊക്കുകയാണ്. മഴ കിട്ടാതെ വരണ്ടുണങ്ങിയ ഭൂമി, അതാ ഫലവൃക്ഷങ്ങളൊന്നും കായ്ക്കുന്നില്ല. ആകെ പട്ടിണിയാണ്. അതേ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഗവർണർമാർക്കെല്ലാം സഹായം എത്തിക്കാൻ കത്തെഴുതുകയാണ്. ഗവർണർമാരുടെ പക്കൽ നിന്നതാ സഹായങ്ങൾ ആയിരക്കണക്കിന് ഒട്ടകങ്ങളുടെ പുറത്ത് ചുമന്നുകൊണ്ടെത്തിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു സ്ഥിതിഗതികൾ അന്വേഷിക്കുകയാണ്. എന്നിട്ട് ആവശ്യക്കാർക്ക് അതാ ഭക്ഷണമെല്ലാം വിതരണം ചെയ്യുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു തന്നാൽ കഴിയുന്ന എല്ലാവിധത്തിലുള്ള സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാ തൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഭക്ഷണം എത്തിക്കുന്നുണ്ടോ, എല്ലാവർക്കും ഭക്ഷണങ്ങളൊക്കെ എത്തിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇതായിരുന്നു ആ ഭരണാധികാരി. അതേ എത്ര ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ഓടി നടന്നിട്ടും അതാ പലരും വിശപ്പിൻ്റെ തീനാലുകൾ പെട്ടുകൊണ്ട് മരണപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ കാലഘട്ടം ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ട് രാപ്പകൽ ഭേദമന്യേ ഓടി നടക്കുകയാണ്. അർദ്ധരാത്രി കഴിഞ്ഞ് അതാ ജനങ്ങൾ ഉറക്കിൻ്റെ ലഹരിയിലെല്ലാം മതിമറന്ന് ലയിക്കുന്ന സമയത്ത് അതാ ഭരണാധികാരി ഉണ്ടല്ലോ, നീതിയുടെ നിറകുടമായ ഭരണാധികാരി, അദ്ദേഹം അതാ വേഷപ്രച്ഛന്നനായി പുറത്തിറങ്ങുകയാണ്. നാടിൻ്റെ തനതായ രൂപം നേരിൽ കാണാനായി ചുറ്റിക്കറങ്ങുകയാണ്. അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു ഭരണാധികാരി, അതേ ആ ഭരണാധികാരിയെ കുറിച്ചാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞത്. എന്തെന്നറിയോ? അമഹൽ മാതൃക കണ്ടായിരിക്കണം രാമരാജ്യത്തിൻ്റെ യോഗി പോലും വന്നെങ്കിലെന്നേ കൊതിച്ചുപോയി ഇന്ത്യയിൽ എന്നും ഓർമ്മിക്കുമാ നല്ല കാലം. അങ്ങനെ അതാ ഒരു ദിവസം ഉമർ തങ്ങൾ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാ അകലെ നിന്ന് ഒരു വെളിച്ചം ഇങ്ങനെ കാണുകയാണ്. അതാ ഒരു കുടിൽ നിന്നാണ് ആ വെളിച്ചം പുറത്ത് വരുന്നത്. ചെറിയൊരു ചെറ്റക്കുടിലാണ്. ആ കുടിൽ നിന്ന് വെളിച്ചം അങ്ങനെ പുറത്തേക്ക് വരികയാണ്. അതാ കുറച്ചുകൂടി അടുത്തെത്തിയപ്പോൾ കരച്ചിലിൻ്റെ നേർത്ത സ്വരം അവരുടെ കാതുകളിൽ പതുക്കുകയാണ്. ഒന്നല്ല രണ്ടല്ല, കുറേ പേർ ഒന്നിച്ച് കരയുന്നത് പോലെ. പക്ഷേ കോട്ട നിലവിളിയല്ല, ശബ്ദത്തിന് കാഠിന്യമില്ല. ആ ഖലീഫയതാ ബഹുമാനപ്പെട്ട ഭരണാധികാരി അതാ ആ വീടിനെ സമീപിക്കുകയാണ്. ആരായിരിക്കും അവിടെ കരയുന്നത്? അതെ, ആരായിരിക്കും അവിടെ കരയുന്നത്? എന്തായിരിക്കും അവിടെ സംഭവിച്ചിരിക്കുക?